ഹീലിങ്ങിൻ്റെ ഓരോ പ്രോഗ്രസീവായിട്ട് അത് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ മനുഷ്യനെ എന്താണ് അലട്ടിക്കൊണ്ടിരുന്നത്. ആ പർപ്പസ്, ആ സംഭവം നമുക്ക് അവിടെ ഹീൽ ചെയ്ത് അയാളിൽ നിന്ന് മാറ്റുക. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ മാത്രം കൊടുത്തുകൊണ്ട് പഴയ മറന്നു പോവേണ്ട കാര്യങ്ങളെ മറന്നു തന്നെ എടുത്തു കളയുക. എനർജിയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ പോസിറ്റീവ് എനർജി കൊണ്ട് തന്നെ അത് ഹീൽ ചെയ്യാനും നമുക്ക് സാധിക്കും. പൂർണ്ണമായിട്ടും ഹീൽ ചെയ്ത് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഗോള് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇവർക്ക് 100% അച്ചീവ് ചെയ്യാൻ പറ്റും. ഉപാസനയും എനർജിയും. മാഡം, നമ്മളിപ്പോൾ ഓരോ ജ്യോതിഷനും അല്ലെങ്കിൽ ഓരോ ദൈവജ്ഞനും ഉപാസന ഉള്ളവരായിരിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാരെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന സമയത്ത് ഒരു ജ്യോതിഷൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പറയാതെ അവർക്കൊരു എനർജി പാസ് ചെയ്യാനും ആ എനർജി അവരുടെ ലൈഫിൽ എന്നേക്കും ഒരു ബ്രൈറ്റർ എനർജി ആയിട്ട് മാറാനും ഈവൻ ഷഡാധാര ചക്രങ്ങളെ പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഉപാസനയുള്ള ജ്യോതിഷൻ അല്ലെങ്കിൽ ഉപാസനയുള്ള ഒരു ദൈവജ്ഞൻ എന്നാണല്ലോ പറയുന്നത്. പക്ഷേ എത്ര പേർക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സോ ഓൾമോസ്റ്റ് പലർക്കും ഒരു ഉപാസന ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അവർ ജ്യോതിഷി എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്ക് എത്തിയത്. അപ്പോൾ എന്താണെന്നൊന്ന് പറയാമോ എനർജി മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത്? ഉപാസന, മന്ത്രോപാസന, ദൈവോപാസന അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ബ്രഹ്മമുഹൂർത്തത്തിലെ ഉള്ള ഉപാസനകൾ, രീതികൾ, മന്ത്രോച്ചാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഊർജത്തെ ആവാഹിച്ച് നമ്മളിലേക്ക്, നമ്മുടെ ചക്രങ്ങളിലേക്ക് അതിനെ വയ്ക്കാൻ, പവർ പാക്കാക്കി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മളെ കാണാൻ വരുന്ന ഏത് വ്യക്തിക്കും തീർച്ചയായിട്ടും അവരുടെ ഓറ വളരെ വീക്കായിരിക്കും. അവരൊരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. ഒരാളും ജ്യോതിഷിയെ നന്നായിരിക്കും വരില്ല. അപ്പം അങ്ങനെ വരുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് അയാളുടെ ഗോൾ സെറ്റ് ചെയ്യാനാണ്, അയാളിലേക്ക് ഒരു എനർജി പാസ് ചെയ്ത് അയാളിലേക്ക് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഉപാസനാബലമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ തീർച്ചയായിട്ടും തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ആ എനർജിയെ, പോസിറ്റീവായിട്ടുള്ള എനർജിയെ അയാളിലേക്ക് പാസ് ചെയ്യാനും അയാളുടെ ഓറയെ ക്ലെൻസ് ചെയ്ത് അയാളിലൊരു ഊർജ്ജം നിറയ്ക്കുവാനും അയാൾക്ക് കർത്തവ്യനിരതനായി വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാര്യങ്ങളെ കാണാൻ അയാളെ പ്രാപ്തനാക്കുകയും ചെയ്യാൻ ഈ വ്യക്തിക്ക് സാധിക്കും. ഒരു ഉപാസനാ ബലമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബലം കൂടി, അങ്ങനെ ഒരു എനർജി കൂടി പാസ് ചെയ്ത് ആ വ്യക്തിയെ കുറച്ചുകൂടി ഡെവലപ്പാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ഈ മിക്ക ആൾക്കാരും വരുന്നത് അവരുടെ മെറ്റീരിയൽ ലൈഫിന് വേണ്ടിയാണ്. അവർക്ക് എന്തായാലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എനിക്ക് കണ്ണുദോഷമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികം എന്താണ്, സാമ്പത്തിക ഭദ്രത എന്നാ വരിക, അല്ലെങ്കിൽ എനിക്ക് എന്ന് വീട് മേടിക്കാൻ പറ്റും, ഇങ്ങനെ പല കാര്യങ്ങൾക്കാണ് വരുന്നത്. എങ്കിലാണല്ലോ ജ്യോതിഷൻ്റെ അടുത്ത് വരുന്നത്. അല്ലാതെ ഹാപ്പി ആയിരിക്കുമ്പോൾ ആരും വരാറില്ല. അപ്പോൾ ഈ ഷഡാധാര ചക്രങ്ങളെ ഹീൽ ചെയ്യുന്ന സമയത്ത് ഓരോ ചക്രങ്ങളെയും ഹീൽ ചെയ്യുമ്പോൾ ഓരോ രീതിയിലുള്ള ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നത്. അതുപോലെ ഇവരുടെ ശരീരത്തിലുണ്ടാകുന്ന പല ദോഷങ്ങളെയും ഒരു പരിധിവരെ ഹീൽ ചെയ്ത് മാറ്റാൻ കഴിയുന്ന വളരെ പ്രഗത്ഭന്മാരായുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അതിൽ ഈ ജ്യോതിഷി അല്ലെങ്കിൽ ജ്യോതിഷൻ എങ്ങനെയാണ് ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നത്? എനർജി പാസ് ചെയ്ത് നമ്മുടെ എനർജിയും അവരും എനർജിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ നമുക്ക് അറിയാൻ പറ്റും അവരുടെ മനസ്സിൽ എന്താണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്നുള്ളത് അറിയാൻ ആ എനർജിയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ പോസിറ്റീവ് എനർജി കൊണ്ട് തന്നെ അത് ഹീൽ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഹീലിങ്ങിൻ്റെ ഓരോ പ്രോഗ്രസീവായിട്ട് അത് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ മനുഷ്യനെ എന്താണ് അലട്ടിക്കൊണ്ടിരുന്നത്. ആ പർപ്പസ്, ആ സംഭവം നമുക്ക് അവിടെ ഹീൽ ചെയ്ത് അയാളിൽ നിന്ന് മാറ്റുക. അപ്പോൾ തന്നെ അയാൾക്ക് കുറേ റിലീഫായി. അതിനുശേഷം അയാളുടെ ഗോൾ എന്താണ്, ആ ഗോൾ സെറ്റിലേക്ക് അയാളെ കൊണ്ടുവരിക. അങ്ങനെ അത് ഒരു ഹീലിംഗ് പ്രോസസ്സിൽ തന്നെ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് അയാളെ കൊണ്ടുവരുമ്പോൾ തന്നെ അയാളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉത്തരമായി. അതെ അതെ അതെ, അതാണ് ശരിക്കും ഒരു ഹീലിംഗ് ആണ് ശരിക്കും വേണ്ടത്. എനർജി നമ്മളിൽ അത് ഉപാസനാബലവും മന്ത്രബലവും ഒക്കെ കൊണ്ട് നേടിയ നമ്മുടെ എനർജി ഇതെല്ലാം നമ്മുടെ പ്രകൃതിയിലുണ്ട്.
അവിടെ നിന്ന് നമ്മളത് എങ്ങനെ പ്രൊക്യൂർ ചെയ്യുന്നു, അതാണ് ഉപാസന ബലം. അതനുസരിച്ച് നമ്മൾ ആ എനർജി പാസ് ചെയ്ത് ആ ഓറ ക്ലിയർ ചെയ്ത് അയാളുടെ മൈൻഡിനെ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതെ, ഈ ഗോൾ സെറ്റിങ്ങിനേക്കാളും അപ്പുറം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് പല എന്താ പറയുക കോർപ്പറേറ്റ്സിൽ പല ആൾക്കാരും വരാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇൻഡിവിജ്വൽ മാർക്കറ്റിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർ, സെയിൽസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സിനൊക്കെയാണ് മെയിൻലി ആവശ്യം. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് എങ്ങനെ പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോർമലി ഫിസിക്കലി സെറ്റ് ചെയ്യുന്ന ഗോൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ റിട്ടേൺ ഡോക്യുമെൻ്റാണ്. ഒന്നുകിൽ പേപ്പറിലായിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റത്തിലായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിരിക്കും, വാട്ടവർ. പക്ഷേ അതിനേക്കാളും അപ്പുറം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന കുറേ ട്രോമാസ് ഉണ്ടാവും, കുറേ വിഷമങ്ങളുണ്ടാവും. ഓരോ പീരിയോഡിക്കലായിട്ട് പല പല പാറ്റേൺസായിട്ട് നമ്മളുടെ ആ കറക്റ്റ് ടൈമിലേക്ക് ഇത് വന്ന് അറിയാതെ എത്തിപ്പെടും. പലരും നമ്മളെ കളിയാക്കിയതായിരിക്കാം, നിങ്ങളതിന് കൊള്ളില്ല, നിങ്ങളതിന് ആപ്റ്റല്ല. ചിലപ്പോൾ നമ്മുടെ ബോസായിരിക്കാം, നമ്മുടെ ടീം ലീഡറായിരിക്കാം, നമ്മുടെ ഹെഡായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് പാരൻസ് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അതായത് നീ ഇതിന് കൊള്ളില്ല, നീ അപ്പുറത്തെ കുട്ടിയെ കണ്ടുപിടിക്കുക. പല കമ്പാരിസൺ പല പല പാറ്റേൺസിൽ കൊടുക്കുന്നുണ്ട്, പല സെഗ്മെൻറ്റ്സിലും പല സ്റ്റേജസിലും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൺസീവ് ചെയ്യുന്നത് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഇതിങ്ങനെ കിടക്കും. നമ്മൾ ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ ഇത് ഓർമ്മ വരും. അപ്പോൾ ഇതെല്ലാം ട്രോമയായിട്ട് കിടക്കും. ആദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ആൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്യണം വേണ്ടത്. ഡയഗ്നോസ് ചെയ്തതിന് ശേഷം എല്ലാ ട്രോമയും മാറ്റാൻ കഴിയണമെന്നില്ല. അതിന് പല സ്റ്റേജസ് ഉണ്ട്. PLR, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ ചക്രത്തിനെയും നമ്മൾ ഹീൽ ചെയ്തതിന് ശേഷം പൂർണ്ണമായിട്ടും ഇവരുടെ മെയിൻ ട്രോമാസിനെ റിമൂവ് ചെയ്ത് കളയാൻ. അതെ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ മാത്രം കൊടുത്തുകൊണ്ട് പഴയ മറന്നു പോവേണ്ട കാര്യങ്ങളെ മറന്ന് തന്നെ എടുത്തു കളയുക. അതിനുശേഷം നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജ്യോതിഷി, അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു എന്താ പറയുക ഡിവൈൻ പവറോട് കൂടിയുള്ള ഒരാൾ എങ്ങനെയാണോ അതിനെ ഹീൽ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഹീൽ ചെയ്ത് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഗോള് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇവർക്ക് 100% അച്ചീവ് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ എനർജി മാനേജ്മെൻറ്റിനെ പറ്റി സംസാരിക്കാൻ പറ്റിയത് നമ്മൾ ഈ എനർജി വേൾഡിൽ ആണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരാൻ പറ്റിയത്. പൂർണ്ണമായിട്ടും അത് എല്ലാവർക്കും അങ്ങനെ ഒരു നല്ലൊരു ജീവിതാനുഭവം ഉണ്ടാകട്ടെ. ഈ പലതരം എനർജികളുണ്ടല്ലോ, അതായത് ഡിവൈൻ എനർജി ഉണ്ട്, പിന്നെ യൂണിവേഴ്സൽ എനർജി, എല്ലാം കണക്റ്റഡ് ഡിവൈനുമായിട്ടാണ്. സോ അപ്പം നമ്മൾ ഏത് ദൈവത്തിനെ വിളിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമുള്ളത് യൂണിവേഴ്സൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർ ഏറ്റവും നല്ല എനർജി സോഴ്സായ സൂര്യനെ ഉപാസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും സൂര്യപ്രകാശം വരാത്ത പണ്ടേ ഉള്ളതാണല്ലോ. അതെ, സൂര്യനമസ്കാരം മുൻപേ ഉള്ളതാണ്. അതിനുപോലെ തന്നെയാണ് പല രാജ്യങ്ങളിലും സൂര്യപ്രകാശം എത്താത്ത സ്ഥലങ്ങളിലും ആൾക്കാരുണ്ട്, അല്ലേ? ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ സൂര്യൻ്റെ പ്രകാശം കിട്ടണമെങ്കിൽ മാസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലയിടത്ത് സൂര്യൻ വരുന്നത് 6 മാസമായിരിക്കും. പക്ഷേ നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഭാരതത്തിൽ ജനിക്കുകയും എല്ലാ ദിവസവും സൂര്യകിരണങ്ങൾ നമുക്ക് കാണുവാനും അത് പൂർണ്ണമായിട്ടും അതിൻ്റെ എനർജി നമുക്ക് ഒബ്സർവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു മൾട്ടിപ്പിൾ എനർജി സോഴ്സസ് തന്നെയാണ്. അപ്പം ഏത് എനർജി നിങ്ങൾ സ്വീകരിച്ചാലും പോസിറ്റീവുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. സ്വാഭാവികമായിട്ടും ഒരാളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും, പക്ഷേ പോസിറ്റീവിലെ വേണം എപ്പോഴും. അതെ, നെഗറ്റീവായിട്ട് അങ്ങനെ അറിയാവുന്നവരാരും ഉപയോഗിക്കില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചടി അവർക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും ഒരാളുടെ മോശം കാര്യങ്ങൾക്ക് വേണ്ടി എനർജി ഉപയോഗിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് കിട്ടും. സ്വാഭാവികമായിട്ടും അറിയാവുന്ന ഒരാൾ ഒരിക്കലും ആ ലെവലിലേക്ക് പോവില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കട്ടെ. നന്ദി, നമസ്കാരം.